ഹായ്, ഞാൻ ഇന്ന് ഒരാഴ്ചത്തേക്കുള്ള ഗ്രോസറീസ് ഒരുമിച്ച് അങ്ങ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. ഞാൻ നോർമലി അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. എനിക്ക് ഈ മന്ത്ലി ഗ്രോസറി പർച്ചേസിനേക്കാളും വീക്ക്ലി സാധനങ്ങൾ മേടിച്ച് വയ്ക്കുന്നത് കുറച്ചും കൂടി ലാഭമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് എപ്പോഴും ലുലുവിൽ പോയിട്ട് ഷോപ്പ് ചെയ്യാനാണ് ഇഷ്ടം. കാരണം എല്ലാ സാധനങ്ങളും അവിടെ ഒരുമിച്ചുണ്ടാകും. ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, മീറ്റ്സ് ആയിക്കോട്ടെ, പിന്നെ നമുക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, പൊടികൾ, ഓയിൽ, ബാക്കി അത്യാവശ്യം വീട്ടു സാധനങ്ങളെല്ലാം അവിടെ ഒരുമിച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലുലുവിൽ പോയിട്ട് ഷോപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ ഫ്രൈഡേ ഈവനിങ് ആണ് വന്നിട്ടുള്ളത്. വിചാരിച്ച അത്രയും തിരക്കില്ലെന്ന്. ഓഫേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും. ക്യൂവും അതുപോലെ വൻ ക്യൂ ആയിരിക്കും കേട്ടോ. ഞാൻ ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുക്കുന്നുണ്ട്. ഓൾറെഡി എനിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വീട്ടിൽ കുറച്ചുള്ളതുകൊണ്ട് ഞാനത് ഫില്ല് ചെയ്യാനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ സാലഡ് ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ സാലഡിന് ആവശ്യമുള്ള വെജീസും ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ ഡെയിലി നെല്ലിക്ക ജ്യൂസ് കുടിക്കാറുണ്ട്. മിൻറ്റും ലെമണും വെച്ചിട്ടാണ് ഞാൻ കുടിക്കാറുള്ളത് കേട്ടോ. പിന്നെ ലുലുവിലത്തെ ഒരു അടിപൊളി കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പല തരത്തിലുള്ള കട്ട് വെജിറ്റബിൾസ് കിട്ടും. സാമ്പാർ കട്ട്, അവിയൽ കട്ടൊക്കെ. നമുക്കത് എടുത്തിട്ടുണ്ടെങ്കിൽ മടിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഒരു അവിയൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അരിയൊന്നും വേണ്ട, നേരെ അതെടുത്ത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ ഡയറ്റിൽ സാലഡ്സും സ്മൂത്തീസൊക്കെ നല്ലപോലെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം വേണ്ട സാലഡിന് വേണ്ട വെജിറ്റബിൾസും ഫ്രൂട്ട്സും സ്മൂത്തീസിന് വേണ്ട ഫ്രൂട്ട്സും ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഹെൽത്തിയറായിട്ട് ജീവിക്കാനാണ് അൺഹെൽത്തി ആയിട്ട് ജീവിക്കുന്നതിനേക്കാളും പൈസ കൂടുതൽ വേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എൻ്റെ ഇത്രയും നാൾ ഞാൻ ഏകദേശം ഡയറ്റ് തുടങ്ങിയിട്ട് ഒരു 6 മന്ത് മേലെയായി. അപ്പം ഞാൻ അൺഹെൽത്തി ആയിട്ട് ജീവിച്ചതിൻ്റെ ഏകദേശം ഒരു ഡബിൾ ദ പ്രൈസാണ് ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് എനിക്ക് വേണ്ട പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് അൺഹെൽത്തി ഓപ്ഷൻസിലേക്ക് പോകാറുണ്ട്. പിന്നെ വീട്ടിൽ പട്ടിക്കുട്ടിയുണ്ട്. അവൾക്കുള്ള ചിക്കനാണ് ഞാൻ ബോൺസും ചിക്കൻ ബ്രസ്റ്റുമാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 180 റുപ്പീസിന് താഴെ വരും. പിന്നെ ഇവിടെ റോ ജ്യൂസ് കിട്ടും കേട്ടോ, നോ ആഡഡ് ഷുഗേഴ്സ് ഉള്ളത്. പിന്നെ ലുലുവിൽ ഒരു സാലഡ്സിൻ്റെ ഒരു അടിപൊളി കളക്ഷൻ ഉണ്ട്. ഞാൻ ചിക്കൻ കസ്കസ് സാലഡാണ് എടുത്തിട്ടുള്ളത്. പെർ 100 ഗ്രാമിന് 40 റുപ്പീസാണ് വരുന്നത്. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് മാക്സ് പ്രോട്ടീൻ. അത് സ്നാക്സും ആയിക്കോട്ടെ, പിന്നെ പ്രോട്ടീൻ ബാർസും എടുക്കാറുണ്ട്. സ്മൂത്തീസിന് വേണ്ടിയിട്ടുള്ള ടൗണ്ട് മിൽക്കും സോയ് മിൽക്കും ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ സ്മൂത്തീസിൽ ഗ്രീക്ക് യോഗട്ട് ആഡ് ചെയ്യാറുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത് വാനില ഫ്ലേവേർഡാണ്, നല്ല ടേസ്റ്റിയാണ് അത്യാവശ്യം. എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നോർമലി ഗ്രോസറീസ് ഒരു 3K മേലെ പോകാറുണ്ട്. ഒത്തിരി സാധനങ്ങൾ, അതായത് അവക്കാഡോസ് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒത്തിരി എടുക്കുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു 4K മേലെ വരാറുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ളത് 3258 രൂപയാണ്.